നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വലിയ ചൂടിൽ കേരളം വല്ലാതെ ചുട്ടുപൊള്ളുകയാണ്. വൈദ്യുതി നിയന്ത്രണമടക്കം ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ വന്നേക്കാം എന്ന സൂചനകളുണ്ട്. പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത്യാവശ്യം മഴ കിട്ടിയില്ലെങ്കിൽ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ള ആശങ്ക പൊതുവെ ഉണ്ട്. ഒപ്പം ഇറാനിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള പശ്ചിമേഷ്യയിലെ സംഘർഷം അത് അവസാനിക്കാനുള്ള യാതൊരു വഴിയും തെളിയുന്നില്ല. ഇരു രാജ്യങ്ങളും പരസ്പരം വെല്ലുവിളിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടിയുണ്ട്. നാളെയാണ് വെടിനിർത്തൽ കരാർ അവസാനിക്കുന്നത്. അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളതുമായി ബന്ധപ്പെട്ട ആർക്കും സൂചനയില്ല. മറ്റൊന്ന്, ഇന്നലെ മുതൽ വിവാദം അല്ലെങ്കിൽ വാർത്തകൾ നിൽക്കുന്ന ഒരു കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ്റെ ഗുരുവായൂർ സന്ദർശനമാണ്. അതുമായി ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതടക്കം വിശദമായി തന്നെ നമുക്ക് വാർത്തകൾ നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ഉഷ്ണതരംഗത്തിൽ വലഞ്ഞു കേരളം. അങ്ങിങ്ങി പെയ്യുന്ന വേനൽ മഴയിലും ആശ്വാസമില്ല. വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നു. ഡാമുകളിൽ ജലനിരപ്പ് താഴേക്ക്. അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% ജലം. നീതി തേടി നിതിൻ രാജിന്റെ കുടുംബം, അച്ഛനും ബന്ധുക്കളും ഇന്ന് കണ്ണൂരിൽ മാനേജ്മെന്റ് പ്രതിനിധികളെ കാണും. പ്രിൻസിപ്പലിനെയും പ്രതിയേർക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച ബന്ധുക്കൾ. ലോൺ ആപ്പ് പ്രതികളുടെ കസ്റ്റഡി ആവശ്യപ്പെടുന്ന ഹർജി ഇന്ന് പരിഗണിക്കും. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ. തമിഴ്നാട്ടിൽ ഇന്ന് കൊട്ടിക്കലാശം. ആവേശമുയർത്തി അവസാന ദിവസത്തെ പ്രചാരണം. ഭരണ തുടർച്ച പ്രതീക്ഷിച്ച DMK. വെല്ലുവിളി ഉയർത്താൻ വിജയിയുടെ TVK. ആവേശമുയർത്തി കോൺഗ്രസും BJPയും. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ പുതിയ അവകാശവാദവുമായി US പ്രസിഡന്റ്. അമേരിക്ക വിജയത്തോടടുക്കുന്നു. കരാറിന് തയ്യാറായില്ലെങ്കിൽ ഉപരോധത്തിൽ ഇറാൻ ഇല്ലാതാകുമെന്നും വെല്ലുവിളി. അമേരിക്കയുമായി ഒരു കരാറിനുമില്ലെന്ന് വ്യക്തമാക്കി ഇറാന്റെ മറുപടി. ഹോർമുസിൽ പ്രതിസന്ധി തുടരുന്നു. ഇസ്രായേൽ ലബനൻ ചർച്ച വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ. വിരുദ്നഗർ പടക്കശാല ദുരന്തത്തിൽ മരിച്ച 14 പേരുടെയും സംസ്കാരം ഇന്ന്. ധനസഹായത്തിൽ തീരുമാനമായില്ല. 8 മൃതദേഹങ്ങൾ മോർച്ചറിയിൽ. 22 പേർ ചികിത്സയിൽ. പടക്കശാല ഉടമകളെ കണ്ടെത്താനാകാതെ പോലീസ്. വിശദമായി തന്നെ വാർത്തകളിലേക്ക് പോകണം. സംസ്ഥാനത്ത് കനത്ത ചൂട് സാധാരണ അനുഭവപ്പെടുന്നതിൽ നിന്നും കഴിഞ്ഞ വേനൽക്കാലത്തെയൊക്കെ അപേക്ഷിച്ച് 4 ഡിഗ്രി വരെ ചൂടിൽ വർധനവുണ്ട് എന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പുറത്തുവരുന്നത്. കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റീഡിംഗ് അനുസരിച്ച് വലിയ തോതിലുള്ള ചൂടിലേക്ക് സംസ്ഥാനം എത്തുകയാണ്. ഇടയ്ക്കിടയ്ക്ക് ആശ്വാസമായി ചില മേഖലകളിൽ, എല്ലായിടത്തുമില്ല, ചില സ്ഥലങ്ങളിലൊക്കെ വേനൽ മഴ. കഴിഞ്ഞ ദിവസം കൊച്ചിയിലൊക്കെ വലിയ മഴ പെയ്തിരുന്നു. അടുത്ത 5 ദിവസത്തേക്കുള്ള മഴ പ്രവചനം അനുസരിച്ച് 9 ജില്ലകളിൽ ഗ്രീൻ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ 22 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം തുടർന്നുള്ള ദിവസങ്ങളിൽ സംസ്ഥാന ചൂട് കൂടുമെന്ന് തന്നെയാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതായത് ആശ്വാസകരമായി ഒന്നും തൽക്കാലം ഉണ്ടാകാനുള്ള സാധ്യതയില്ല. നേരത്തെ പറഞ്ഞതുപോലെ ഡാമുകളിൽ ജലനിരപ്പ് വല്ലാതെ കുറഞ്ഞ ഒരു പശ്ചാത്തലമുണ്ട്. വൈദ്യുതി രംഗത്ത് പ്രതിസന്ധിയുണ്ട്. എങ്ങനെ ഈ പ്രതിസന്ധികൾ പരിഹരിക്കും, അതിജീവിക്കും എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. സാരംഗ് സുധാകരൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. സാരംഗ്, ഇതിപ്പോൾ സാധാരണയിൽ നിന്ന് അപേക്ഷിച്ച് നേരത്തെ പറഞ്ഞതുപോലെ കനത്ത ചൂടാണ്. നമുക്ക് പുറത്തിറങ്ങുന്ന എല്ലാവർക്കും അത് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. നമുക്കൊരു തരത്തിലും ഇതുവരെ ഇല്ലാത്ത വിധം ഇത് എത്ര നാൾ നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഈ മഴ ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയൊരു ആശ്വാസം വരുത്തിവെച്ചിട്ടുണ്ട്. അത് കാര്യമായി ഉണ്ടാകും മഴ എന്നുള്ള പ്രതീക്ഷ വെക്കാമോ തൽക്കാലം?
രഞ്ജിത്ത്, കാലാവസ്ഥാ പ്രവചനം അതായത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപടക്കം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ച വിവരമടിസ്ഥാനത്തിൽ ഈ ആഴ്ചകളിൽ മഴയ്ക്കുള്ളൊരു സാധ്യത മുൻകൂട്ടി പറഞ്ഞിരുന്നു. അത് കൃത്യമായി വന്നു എന്ന് വേണം കണക്കാക്കാൻ. പക്ഷേ അപ്പോഴും ചൂട് കനത്ത രീതിയിൽ തന്നെ തുടരും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ഒരു നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെയുള്ള ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ അടക്കം ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള ചൂട് രേഖപ്പെടുത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഒരു അസഹനീയമായ രീതിയിലേക്ക് ചൂട് എത്താനുള്ള കാരണം എന്ന് പറയുന്നത് കുറഞ്ഞ താപനില, അതായത് പ്രതിദിനം രേഖപ്പെടുത്തുന്ന കുറഞ്ഞ താപനില തന്നെ ഉയർന്നു നിൽക്കുകയാണ്. അതായത് രാവിലെ 8 മണി 8:30 തന്നെ ചൂട് ഉയർന്നു നിൽക്കുന്നു. അതായത് അസഹനീയമായ ചൂട് രാവിലെ തന്നെ ആരംഭിക്കുന്നു. പിന്നീട് വൈകുന്നേരം വളരെ വൈകിയാണ് ഈ ഒരു ചൂടിന് സമയവും ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ചൂട് നമുക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ റെക്കോർഡുകൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനു മുൻപും ഇതിനേക്കാളേറെ ചൂട് രേഖപ്പെടുത്തിയ വർഷങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു വർഷമാണ് ഇത്തവണത്തെ എന്ന് വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം. അത് മാത്രമല്ല, കഴിഞ്ഞ വർഷം 2025 ഈ ഒരു ചൂടിന് ചെറിയൊരു ആശ്വാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ വേനൽ ഇത്ര കഠിനമേറിയതായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത്തവണത്തെ ചൂട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ജനങ്ങൾക്ക്. അതിന് ആശ്വാസമായിട്ടാണ് ഇപ്പോൾ മഴയ്ക്കുള്ളൊരു സാധ്യത പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ ദിവസമടക്കം സംസ്ഥാനത്തിന്റെ ചിലയിടങ്ങളിൽ മഴ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ചൂട് ഉയർന്നു തന്നെ നിൽക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു മഴ ചെറിയ രീതിയിലുള്ള ഒരു ആശ്വാസം ജനങ്ങൾക്ക് നൽകും. അതിനൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ടതാണ് ഈ ഒരു വൈദ്യുതി ഉപയോഗം അടക്കമുള്ള കാര്യങ്ങളിൽ ഈ ഒരു മഴ ഒരു ആശ്വാസം ഉണ്ടാകുമെന്നാണ് KSEB അടക്കം കരുതുന്നത്. കാരണം അത് ജലനിരപ്പ് ഉയർത്തിയില്ലെങ്കിൽ പോലും ചൂടിന്റെ ഒരു ആശ്വാസം ഉണ്ടാകുമ്പോൾ ഈ ഒരു പീക്ക് സമയങ്ങളിൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന AC-യുടെയും ഫാനിന്റെയും എല്ലാം ഒരു ഉപഭോഗം കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് വൈദ്യുതി ഉപഭോഗത്തിൽ കൃത്യമായ ഒരു കുറവ് കൊണ്ടുവരും. അതുതന്നെ KSEBക്ക് വലിയൊരു ആശ്വാസമാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക്, അതായത് ചൂട് പെട്ടെന്ന് അങ്ങ് മാറുമെന്നുള്ള ഒരു പ്രതീക്ഷ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോഴും പറയുന്നില്ല. ചൂട് തുടരാനാണ് സാധ്യത. മെയ് തുടക്കത്തിലും ഒരു വേനൽ മഴയ്ക്ക് ഒരു സാധ്യത പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചില പ്രതിഭാസങ്ങൾ, അതായത് ഈ ഒരു അന്തരീക്ഷത്തിലുള്ള ചില പ്രതിഭാസങ്ങളുടെ ഭാഗമായ ഒരു വേനൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സമയത്തും ചെറിയൊരു ആശ്വാസം ലഭിക്കും. പിന്നീട് മൺസൂണിലേക്ക് എത്തുമെങ്കിലും പക്ഷേ അപ്പോഴും ഈ ഒരു എൽനിനോ പ്രതിഭാസം അടക്കം നിലനിൽക്കുന്നതുകൊണ്ട് ഇത്തവണ മൺസൂൺ മഴയും കുറയാനാണ് സാധ്യത. കണക്ക് പ്രകാരം ലഭിക്കേണ്ടതിനേക്കാൾ കുറവ് മഴയായിരിക്കും ഇത്തവണ മൺസൂണിൽ ലഭിക്കാനാണ് സാധ്യത. പക്ഷേ അത് വരാനുള്ളൊരു സമയമുണ്ട്. അതിന് ഇടയിൽ മറ്റ് അറബിക്കടലടക്കം വലിയ രീതിയിലുള്ള മറ്റ് പ്രതിഭാസങ്ങളെല്ലാം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രതീക്ഷിക്കുന്നുമുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എല്ലാ പ്രാവശ്യവും ഈ ഒരു പല പ്രതിഭാസങ്ങളുമാണ് കേരളത്തിൽ മഴ കൂടാനും കുറയാനടക്കം കാരണമാകുന്നത്. എന്ത് തന്നെയായാലും ഈ ഒരു വേനൽ കടുത്തു തന്നെ തുടരാനാണ് സാധ്യത. ഇടയ്ക്ക് ഒരു മഴയുടെ ഒരു സാധ്യത ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടെങ്കിലും മറ്റ് മുൻകരുതലുകൾ, അതായത് രാവിലെ 11 മണി തൊട്ട് 2 മണി വരെ ഈ ഒരു നേരിട്ടുള്ള വെയിൽ ഏൽക്കാതിരിക്കാനും കൃത്യമായുള്ള വെള്ളം കുടിക്കാനും നിർജ്ജലീകരണം ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. എന്ത് തന്നെയായാലും ചൂടിനൊരു ശമനം ചില പ്രദേശങ്ങളിൽ ഉണ്ടെങ്കിൽ പോലും മൊത്തത്തിൽ സംസ്ഥാനത്തിൽ ഒരു ചിത്രം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേനൽ ചൂട് കഠിനമായി തന്നെ തുടരാനാണ് സാധ്യത. രഞ്ജിത്ത്, തീർച്ചയായും ചൂട് അതിശക്തമായി തുടരും. പ്രത്യേകിച്ച് പാലക്കാട്, കൊല്ലം പോലെയുള്ള ജില്ലകളിലൊക്കെ അതിശക്തമായ ഉഷ്ണതരംഗം ആഞ്ഞടിക്കുന്നു. പുനലൂരിൽ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്താണ്, ആളുകൾക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധമുള്ള അതികഠിനമായ ചൂടുണ്ട്. ഇതൊക്കെ അതിജീവിച്ച് വേണം ഇനി സംസ്ഥാനം മുന്നോട്ട് നീങ്ങാൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ ഉയർന്നതോടെ ഡാമുകളിൽ ജലനിരപ്പ് ക്രമാതീതമായി കുറയുന്നു എന്നുള്ള വിവരം കൂടിയുണ്ട്. ഡാമുകളിൽ ഇനി അവശേഷിക്കുന്നത് ആകെ സംഭരണശേഷിയുടെ 34% ജലം മാത്രമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം ഉണ്ടായിരുന്നതിനേക്കാൾ 11% കുറവ് ജലനിരപ്പിൽ അനുഭവപ്പെടുന്നത് ആശങ്കാജനകമായ സാഹചര്യമാണ് ഇപ്പോൾ സൃഷ്ടിക്കുന്നത്. 2025 KCB നിയന്ത്രണത്തിലുള്ള ഡാമുകളിൽ ആകെ സംഭരണശേഷിയുടെ 43% ജലശേഖരം ഉണ്ടായിരുന്നു. അതായത് 1772.80 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കരുതൽ. എന്നാൽ 2026 എത്തുമ്പോൾ ഇത് 34% കുറഞ്ഞു. ഉൽപാദനശേഷി 1422.59 ദശലക്ഷം യൂണിറ്റായി ചുരുങ്ങിയിരിക്കുന്നു. കണക്കുകൾ നിലവിലെ സാഹചര്യത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നതാണ്. സംസ്ഥാനത്തെ ഏറ്റവും വലിയ അണക്കെട്ടായ ഇടുക്കി ആർച്ച് ഡാമിന്റെ സ്ഥിതിയും വിഭിന്നമല്ല. ആകെ സംഭരണശേഷിയുടെ 36% നിലവിലെ ജലനിരപ്പ്. ഇത് കഴിഞ്ഞ വർഷം 43% ആയിരുന്നു. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി മറികടക്കുവാനാകും. എന്നാൽ പീക്ക് ടൈമിലെ റെക്കോർഡുകൾ തകർക്കുന്ന വൈദ്യുതി ഉപഭോഗമാണ് KCBയെ വലയ്ക്കുന്നത്. വേനൽ മഴ മാറി നിന്നാൽ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഇനിയും താഴ്ന്നേക്കും. ന്യൂസ് 18 ഇടുക്കി.
നിതിൻ രാജിന്റെ കുടുംബം ഇന്ന് കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെത്തും. പിതാവ് രാജനും സഹോദരി നിഖിതയും സഹോദരി ഭർത്താവ് അശോകനുമാണ് കോളേജിലെത്തുക. കേസിൽ പ്രിൻസിപ്പലിനെയും പ്രതി ചേർക്കണമെന്നാണ് ഇന്നലെ സിറ്റി പോലീസ് കമ്മീഷണറെ കണ്ട ശേഷം നിതിന്റെ പിതാവ് വ്യക്തമാക്കിയിരുന്നത്. ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള ലോണാപ്പ് ജീവനക്കാരെ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള ഹർജി ഇന്ന് പരിഗണിക്കും. പ്രതികളായ അധ്യാപകരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെയാണ് പരിഗണിക്കുക. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇന്നിപ്പോൾ ബന്ധുക്കൾ കോളേജിൽ എത്തുകയാണ്. അവർക്ക് മുന്നിൽ നിരവധി ആവശ്യങ്ങളുണ്ട്. ഇതിന് നീതി കിട്ടണം, സംശയമില്ല. ഈ അധ്യാപകരുടെ പങ്ക് കൂടുതൽ തെളിയണം. മറ്റാരെങ്കിലുമൊക്കെ ഇതിൽ നിതിനെ അപമാനിക്കുന്നതിൽ അല്ലെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരണം. അങ്ങനെയെങ്കിൽ അവർക്കെതിരെയും നടപടി സ്വീകരിക്കണം. ഏതായാലും കാര്യങ്ങൾ അവർ വളരെ പ്രാധാന്യത്തോടെ എടുത്തിട്ടുണ്ട്. ഇതിനോടുള്ള കോളേജ് അധികൃതരുടെ പ്രതികരണമാണ് നമ്മൾ കാത്തിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അങ്ങനെ തന്നെയാണ് രഞ്ജിത്ത്. അതായത് നിതിന്റെ മരണത്തിൽ കുറ്റക്കാരവരെ നിയമത്തിൽ കൊണ്ടുവരുന്നവരെ, അതായത് ഏതറ്റം വരെയും പോകുമെന്നാണ് ഇന്നലെ കുടുംബം പ്രതികരിച്ചത്. മറ്റൊരു വൈകാരിക തലമുള്ളത്, ഈ നിതിൻ മരിച്ചതിന് ശേഷം ആദ്യമായാണ് കുടുംബം അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ എത്തുന്നതെന്നാണ്. അതായത് ഇന്നലെ പ്രിൻസിപ്പലിനെതിരെ വലിയ തോതിലുള്ള രൂക്ഷ വിമർശനമാണ് ഇവർ ഉന്നയിച്ചത്. അതോടൊപ്പം മാനേജ്മെന്റിനെതിരെയും രൂക്ഷ വിമർശനം ഇന്നലെ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇവരുടെ കോളേജ് സന്ദർശനം അത് ഏത് രീതിയിലായിരിക്കും എന്നത് ഏതായാലും വളരെ പ്രധാനമാണ്. ഈ നിതിൻ രാജ് മരിച്ചു കിടന്ന ആ സ്ഥലം, അവിടെ അവർ എത്തും. അതോടൊപ്പം സഹപാഠികളായി മറ്റു വിദ്യാർത്ഥികളൊക്കെ ഇവർ കുടുംബം കാണുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 11 മണിയോടുകൂടിയാണ് കുടുംബം കോളേജിലെത്തുന്നത്. ഈ പ്രിൻസിപ്പളിന്റെ മുറിയിൽ വലിയ തോതിലുള്ള വിചാരണ നടന്നു എന്ന ഒരു ആരോപണം ഇന്നലെ ഇവർ ഉന്നയിച്ചിരുന്നു. അങ്ങനെ പ്രിൻസിപ്പളിനെ ഉൾപ്പെടെ ഈ കേസിൽ പ്രതി ചേർക്കണമെന്ന പറയുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ പ്രിൻസിപ്പളുമായി കൂടിക്കാഴ്ച ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ ഈ മുറി ഏറ്റവും അവസാനമായി നിതിൻ ഈ കോളേജ് അധികൃതരുമായി സംസാരിച്ചിരുന്ന ആ മുറി ഒരുപക്ഷെ അവിടെ കാണാൻ ഇവർ പോയേക്കാം. പക്ഷെ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഏത് തരത്തിലുള്ള നീക്കമാണെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. അവർ ആ കാര്യത്തിൽ ഇതുവരെ എന്തെങ്കിലും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഈ കുടുംബത്തെ കാണുമോ, ഈ കാര്യത്തിലൊന്നും ഒരു വ്യക്തത വന്നിട്ടില്ല. മാനേജ്മെന്റ് പ്രതിനിധികളെ കാണുമെന്നാണ് കുടുംബം അറിയിച്ചിട്ടുള്ളത്. ഇതിൽ പിതാവ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിതാവ് രാജൻ, അതോടൊപ്പം സഹോദരിയായ നികിത, സഹോദരി ഭർത്താവ് അശോകൻ, ഇങ്ങനെ 3 പേരാണ് ഇന്നലെ കണ്ണൂരിലെത്തിയത്. കമ്മീഷണറെ അവർ കണ്ട് വിശദമായി സംസാരിച്ചിരുന്നു. ഇക്കാര്യത്തിൽ പോലീസ് അന്വേഷണത്തിൽ പ്രതീക്ഷയുണ്ടെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. അപ്പോഴും ഇതിൽ കേസിൽ കൂടുതൽ പേർ പ്രതികളായി ഉണ്ട്, അല്ലെങ്കിൽ നിതിന് ഇങ്ങനൊരു മരണത്തിന് കാരണമായക്കാരായ കൂടുതൽ പേരുണ്ട്. അവർക്കെതിരെയും നടപടിയെടുക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ നേരിൽ കണ്ടിവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇവരുടെ ഈ ഒരു ഇന്നത്തെ സന്ദർശനം, അത് നിതിൻ മരിച്ചിട്ട് 11ാമത്തെ ദിവസമാണ് ഇവർ എത്തുന്നത്. അതായത് ഏപ്രിൽ 10-നാണ് നിതിൻ മരിക്കുന്നത്. അതിനുശേഷം 11 ദിവസം കഴിഞ്ഞാണ് കുടുംബം ഇവിടെ എത്തുന്നത്. അപ്പോഴും ഇതിൽ കാര്യമായ പ്രതികളെയൊന്നും ഇതുവരെ പിടികൂടിയിട്ടില്ല. ആകെ പിടികൂടിയതാകട്ടെ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട 3 പേരെ മാത്രമാണ്. അത് നോയിഡയിൽ നിന്നാണ് അവരെ പിടികൂടിയത്. അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഇവർ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട അപേക്ഷ ഇന്നലെ സമർപ്പിച്ചിരുന്നു. ആ അപേക്ഷയിൽ ഇന്ന് തീരുമാനമുണ്ടാകും. ഒരു പക്ഷേ ഈ 3 പേരെയും ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ വിട്ടേക്കാം. എന്തായാലും മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അധ്യാപകരായ റാം, അതോടൊപ്പം സംഗീത, അതായത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുള്ള ഇവരുടെ മുൻകൂർ ജാമ്യ ഹർജി നാളെ തലശ്ശേരി സെഷൻസ് കോടതി പരിഗണിക്കുന്നുണ്ട് എന്നതാണ്. ഇവരിപ്പോൾ ഒളിവിലാണ്. അതായത് 10 ദിവസത്തോളമായി 10-ാം തീയതിയാണ് നിതിൻ മരിക്കുന്നത്. 11-ാം തീയതിയാണ് ഇവർക്കെതിരെ പോലീസ് കേസെടുക്കുന്നത്. ഈ 10 ദിവസമായും പോലീസിന് ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നത് വലിയ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇവർ ഈ റാം എന്ന് പറയുന്ന ഈ അധ്യാപകൻ ആന്ധ്ര സ്വദേശിയാണ്. ഇയാൾ ആന്ധ്രയിൽ കടന്നതായാണ് പോലീസ് പറയുന്നത്. ആന്ധ്രയിലുള്ളതായി ഇവർക്ക് കൃത്യമായ സൂചന ലഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം സംഗീത എന്ന് പറയുന്ന അധ്യാപക കേരളം വിട്ടതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ സന്ദർശനം അത് വൈകാരിക തലത്തിലുള്ളതായിരിക്കും. നിതിന്റെ അവസാന ഓർമ്മകൾ ഉള്ള ആ ഒരു കലാലയത്തിൽ, അല്ലെങ്കിൽ ആ ഒരു കോളേജ് പരിസരത്ത് നിതിൻ അവസാനമായി സംസാരിച്ച പ്രിൻസിപ്പൽ മുറി, ഇവിടെയൊക്കെ ഇവർ ഒരു പക്ഷേ കണ്ടേക്കാം. കൂടുതൽ വിദ്യാർത്ഥികളുമായി സംസാരിച്ചേക്കാം. ഇതിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ ഏതറ്റം വരെയും പോകുമെന്നാണ് കുടുംബം ഇന്നലെ വ്യക്തമാക്കിയത്. രഞ്ജിത്ത്, അതാണ് സാഹചര്യം. ഏതായാലും ഈ അധ്യാപകരുടെയൊക്കെ മുൻകൂർ ജാമ്യ ഹർജി നാളെ പരിഗണനയ്ക്ക് വരുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇവരെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യമടക്കം ലോണാപ്പ് ജീവനക്കാരെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം പോലീസ് ഉന്നയിക്കുന്നുണ്ട്. അതിലും ഒരു തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് പോലീസ് ഇതിനുശേഷം കടന്നേക്കാം.
നമുക്ക് പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് പോകണം. അവിടെ US ഇറാൻ വെടിനിർത്തൽ അവസാനിക്കാൻ മണിക്കൂറുകൾ, അതായത് നാളെയാണ് കാലാവധി അവസാനിക്കുന്നത്. 10 ദിവസത്തെ വെടിനിർത്തലായിരുന്നു. ഒരു കരാറിലെത്തിയില്ലെങ്കിൽ വെടിനിർത്തൽ കാലയളവ് നീട്ടിയേക്കില്ല എന്നാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്നത്തെ അവകാശവാദം. നാളെ എന്ത് പറയുമെന്നുള്ളത് നമുക്കറിയില്ല. എന്നാൽ ഭീഷണിയുടെ നിഴലിൽ ചർച്ചകൾക്കില്ലെന്നാണ് ഇറാന്റെ നിലപാട്. ഇതിനിടയിൽ പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ പ്രതിനിധി സംഘം പുറപ്പെട്ടു കഴിഞ്ഞു എന്നൊക്കെയുള്ള ട്രംപിന്റെ അവകാശവാദമുണ്ട്. JD വാൻസ് അടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇറാൻ ഇതുവരെ പ്രതിനിധി സംഘത്തെ അയച്ചിട്ടില്ല. പാകിസ്ഥാനിൽ വലിയ തയ്യാറെടുപ്പുകൾ ഉണ്ട്. ഇറാന്റെ കീഴടങ്ങൽ പ്രതീക്ഷിക്കേണ്ട എന്നാണ് ഇപ്പോൾ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകുന്നത്. പാകിസ്ഥാന് നേതൃത്വം നടക്കുന്ന അണിത നീക്കങ്ങൾക്കിടയിലാണ് ഇത്തരം കല്ലുകടികൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നത്. ഇതിനിടയിൽ ഇസ്രായേലും ലബനനും തമ്മിൽ ഒരു ചർച്ച, അത് വ്യാഴാഴ്ച വാഷിംഗ്ടണിൽ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അജയ് സുധാ ബിജു വിവരങ്ങളുമായി ചേരും. അജയ്, ഇപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്ന് യാതൊരു പോസിറ്റീവായ പ്രതികരണവുമില്ല. അതായത് ഹോർമുസിലെ ഉപരോധം അവസാനിപ്പിക്കാതെ തങ്ങൾ ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി വ്യക്തമാക്കിയിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു സാഹചര്യമാണ്. അമേരിക്ക മാത്രം ഒരു ചർച്ചയിൽ പങ്കെടുത്തത് കൊണ്ട് ഒരു കാര്യവുമില്ലല്ലോ. അതിലെന്ത് അടിസ്ഥാനമാണുള്ളത്? രഞ്ജിത്ത്, ഇപ്പോൾ ഇന്നത്തെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പുതിയ സംഘർഷങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നത് തീർച്ചയായിട്ടും ഒരു ആശ്വാസജനകമായിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഹോർമുസിൽ ഉൾപ്പെടെ ഒരു സംഘർഷത്തിന്റെ പുതിയ മുഖം തുറക്കുമോ എന്നുള്ള ആശങ്ക എല്ലാവർക്കും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ ആക്രമണങ്ങളൊന്നും നടന്നിട്ടില്ല. എന്നാൽ കപ്പലുകളുടെ ഗതാഗതം പൂർണ്ണമായിട്ടും ഹോർമുസിലൂടെ ഉള്ളത് ഒഴിവായി എന്ന് നമുക്ക് പറയാനാകില്ല. കാരണം 16 കപ്പലുകൾ ഹോർമുസ് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് ഷിപ്പ് ട്രാക്കിംഗ് ഡേറ്റ നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ US ഉപരോധം ഇപ്പോഴും മേഖലയിൽ തുടർന്നു വരുന്നുണ്ട്. ഹോർമുസ് അടച്ചുകൊണ്ടുള്ള ഇറാന്റെ നടപടിക്രമങ്ങളും മുന്നോട്ട് പോകുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ചർച്ചകൾ എങ്ങനെ എന്നത് മാത്രമാണ് എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത്. ട്രംപ് കഴിഞ്ഞ ദിവസം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ പ്രതികരിച്ചത് ഈ US-ന്റെ ഈ വെടിനിർത്തൽ അത് ബുധനാഴ്ചയ്ക്ക് ശേഷം അങ്ങനെ നീട്ടി നൽകാൻ സാധ്യതയില്ലെന്ന് തന്നെയാണ്. ബുധനാഴ്ച വൈകിട്ട് US സമയം അനുസരിച്ച് ബുധനാഴ്ച വൈകിട്ടാണ് ഈ വെടിനിർത്തലിന്റെ കാലയളവ് അവസാനിക്കുക. അതിനുശേഷം എന്ത് എന്നുള്ള ചോദ്യത്തിന് ട്രംപ് കൃത്യമായ ഒരു മറുപടി ഇതുവരെ പറഞ്ഞിട്ടില്ല. ബുധനാഴ്ച വൈകിട്ട് US സമയം എന്ന് കണക്കാക്കുമ്പോൾ ഇന്ത്യൻ സമയം അത് വ്യാഴാഴ്ച പുലർച്ചെ വരും എന്നാണ് കരുതുന്നത്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇറാന്റെ നടപടികളും ഇപ്പോൾ വ്യക്തമായിട്ടില്ല. എന്തായാലും ഇപ്പോൾ ഒരു ചർച്ചയ്ക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ പൂർണ്ണമായിട്ടും വ്യക്തമാക്കുന്നത്. ഇറാന്റെ വിദേശകാര്യ വക്താവായിട്ടുള്ള ഇസ്മായിൽ ബഗേയി പറയുന്നത് ചർച്ചകൾക്ക് ഇറാൻ തയ്യാറല്ല. ഇറാനിയൻ പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് എത്തില്ല എന്ന് തന്നെയാണ്. ഇറാന്റെ വിദേശകാര്യമന്ത്രിയായിട്ടുള്ള അബ്ബാസ് അറക്ചി പറയുന്നത് ഇപ്പോൾ ഇത്തരത്തിലൊരു കീഴടങ്ങൽ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട. US-ന്റെ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാൻ ഒരിക്കലും ഒരു കരാറിൽ ഏർപ്പെടില്ല എന്നാണ്. ഇറാന്റെ പാർലമെന്റ് സ്പീക്കറായിട്ടുള്ള മുഹമ്മദ് ബാഖർ കാലിബാഫ് പറയുന്നത് US ചർച്ചയുടെ പേരും പറഞ്ഞ് അതൊരു കീഴടങ്ങലിന്റെ വേദിയാക്കാനാണ് ശ്രമിക്കുന്നത് എന്നാണ്. എന്തായാലും നിലവിൽ US-ന്റെ ഭാഗത്ത് നിന്ന് കടുത്ത സമ്മർദ്ദം തന്നെയുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് തിങ്കളാഴ്ച പുലർച്ചെയോടെ US പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് തിരിച്ചു എന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അവർ ഇന്നാകും പുറപ്പെടുന്നത് എന്നാണ് ചില മാധ്യമ റിപ്പോർട്ടുകളടക്കം സൂചിപ്പിക്കുന്നത്. ഇന്നാണെങ്കിൽ നാളെ പുലർച്ചെയോടെ പാകിസ്ഥാനിലേക്ക് എത്തുക ആയിരിക്കും ഉദ്ദേശം. അതുപോലെ ഇതേ സമയം തന്നെ പാകിസ്ഥാന്റെ പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രിയും ഇറാനുമായിട്ട് നിരന്തരം ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോഴും അജയ്, ഈ ഹോർമുസിലെ ഉപരോധമാണല്ലോ പ്രധാന പ്രശ്നം. ഇറാൻ പറയുന്നത് ഈ ഉപരോധം പിൻവലിക്കാതെ യാതൊരു ചർച്ചകൾക്കും ഞങ്ങൾ സന്നദ്ധരല്ല. പക്ഷേ അവിടെ ഇറാന്റെ കപ്പലടക്കം പിടിച്ചെടുക്കുന്ന പ്രകോപനത്തിലേക്ക് ഇന്നലെയാണ് US പോയത്. അതിൽ നിന്ന് പിന്നോട്ടില്ല. ആ കപ്പൽ വിട്ടുകൊടുത്തു എന്നുള്ള വിവരം നമുക്കിപ്പോഴില്ല. പക്ഷേ ഉപരോധം പിൻവലിക്കുമെന്നും പറയുന്നില്ല. ഉപരോധം പിൻവലിക്കാതെ ഒരു തരത്തിലുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്ന് ഇറാൻ പറയുന്നുണ്ട്. പലപ്പോഴും നമുക്കറിയാം ഇറാന്റെ വാദങ്ങൾ അതേപോലെ അവർ പുലർത്താറുണ്ട്. ട്രംപ് പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും പിന്നോട്ട് പോകാറുണ്ട്. എങ്കിൽ പോലും അവിടെയാണ് എന്താണ് ഈ ഉപരോധവുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ തീരുമാനമെന്ന് നിർണായകമാകുന്നത്. പാകിസ്ഥാനൊക്കെ ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഈ ഉപരോധം ഒരു പ്രശ്നമാണ് എന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ളൊരു കീഴടങ്ങൽ ഈ വിഷയത്തിൽ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായേ തീരൂ, അല്ലാതെ ചർച്ചകൾ നടക്കില്ലല്ലോ.
നിലവിൽ പാകിസ്ഥാന്റെ ഫീൽഡ് മാർഷലായിട്ടുള്ള അസീം മുനീർ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് സംസാരിച്ചു എന്നാണ് വിവരമുള്ളത്. ഈ അസീം മുനീർ ട്രംപിനെ ഈ ഒരു ഉപരോധം സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് പ്രധാനമായിട്ടും ധരിപ്പിച്ചത്. അതായത് ഈ ഉപരോധം ചിലപ്പോൾ ചർച്ചകൾക്ക് തടസ്സമായേക്കാം എന്നുള്ള രീതിയിൽ അസീം മുനീർ കടുത്ത രീതിയിൽ തന്നെ ട്രംപിനോട് ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട്. എന്നാൽ ഉപരോധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ട്രംപ് ഉറച്ചു നിൽക്കുന്നത്. ഇതിനിടെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ചില ട്രൂ സോഷ്യൽ പോസ്റ്റുകളും ഇട്ടിരുന്നു. അതിൽ അദ്ദേഹം അവകാശപ്പെടുന്നത് അമേരിക്ക ഈ യുദ്ധത്തിൽ പൂർണ്ണമായി വിജയിച്ചു കഴിഞ്ഞു, ചില ഫേക്ക് ന്യൂസുകൾ ഈ യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെടുന്നു എന്നുള്ള രീതിയിൽ പുറത്തു വരുന്നുണ്ട്. വാൾസ്ട്രീറ്റ് ജേർണലും അതുപോലെ തന്നെ വാഷിംഗ്ടൺ പോസ്റ്റുമൊക്കെയാണ് ഇതിന് പിന്നിൽ. എന്നാൽ ഇവർ പറയുന്നതൊന്നും ശരിയല്ല എന്നൊക്കെയാണ് ട്രംപ് ട്രൂ സോഷ്യൽ വഴി പങ്കുവച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മുൻ പ്രസിഡന്റുമാരെ വിമർശിച്ചുകൊണ്ടും ട്രംപ് പ്രതികരിച്ചിട്ടുണ്ട്. അതായത് ഒബാമയും അതുപോലെ ജോ ബൈഡനും എല്ലാം ഇറാനോട് സ്വീകരിച്ചിട്ടുള്ള നയങ്ങൾ അത് വെറും വിഡ്ഢിത്തമാണ്. ഇറാന് അനാവശ്യമായിട്ട് US-ൽ നിന്ന് പണം ഒഴുകിക്കൊണ്ടിരുന്നു, അതിന് ഇവരാണ് കാരണം, അന്നുണ്ടാക്കിയ ആണവ കരാറുകളെല്ലാം വെറും വേസ്റ്റ് ആണ് എന്നൊക്കെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. അതുകൊണ്ട് തന്നെ ഈ ആണവ കരാറിനും ട്രംപ് വളരെയധികം ഊന്നൽ നൽകുന്നുണ്ട്. അതുപോലെ ഹോർമുസിന്റെ വിഷയത്തിലും ട്രംപ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഇതുവരെ തയ്യാറാകുന്നില്ല. ഉപരോധം അവസാനിപ്പിക്കാൻ ഇപ്പോൾ തയ്യാറല്ല. ഇറാൻ ഒരു ഡീലിലേക്ക് എത്തിച്ചേർന്നാൽ മാത്രമേ ഉപരോധം അവസാനിപ്പിക്കൂ എന്നാണ് ട്രംപിന്റെ നിലപാട്. അതുപോലെ ഒരു ഡീലിലെത്തിയാൽ മാത്രമേ ഈ വെടിനിർത്തൽ കാലയളവ് നീട്ടൂ എന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ചർച്ചകൾ അത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകുന്നത്. ഇവിടെ ആരൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്നുള്ളത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ഇറാൻ തങ്ങളുടെ നിലപാടിൽ പറഞ്ഞതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അവർ ലെവലേശം പിന്നോട്ടില്ല എന്നാണ് നമുക്ക് നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കുന്നത്. അത് ഇറാന്റെ പാർലമെന്റ് സ്പീക്കറാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും കൃത്യമായ ഒരു നിലപാട് പറയുന്നു. ഇതിനിടെ IRGCയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത് ഇറാനിയൻ കപ്പലിനെ US പിടിച്ചടക്കിയ സമയം തങ്ങൾക്ക് വേണമെങ്കിൽ തിരിച്ചടിക്കാമായിരുന്നു, എന്നാൽ തങ്ങളുടെ ചരക്ക് കപ്പലിനുള്ളിൽ തങ്ങളുടെ തന്നെ ജീവനക്കാരും അതുപോലെ അവരുടെ കുടുംബാംഗങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. ഇത് കാരണമാണ് തങ്ങൾ കൃത്യമായ മറുപടി ഇതിന് നൽകാത്തത് എന്നാണ് IRGC നിലവിൽ വ്യക്തമാക്കുന്നത്. അപ്പോൾ തിരിച്ചടിക്ക് തയ്യാറായി IRGC ഏത് നിമിഷവും അവിടെ മുന്നിലുണ്ട്. അതുപോലെ ഇറാനിയൻ നേതാക്കളും പ്രസ്താവനയിൽ നിന്ന് ഒട്ടും പിന്നോട്ടില്ല. ട്രംപ് ഇതിനിടെ ഒട്ടും പ്രവചിക്കാനാകാത്ത വാക്കുകളാണ് പലപ്പോഴും മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിനിടെ US പ്രതിനിധി സംഘം പാകിസ്ഥാനിലേക്ക് എത്തുകയും ചെയ്യുന്നു. അപ്പോൾ ഈ അനിശ്ചിതത്വങ്ങൾക്കിടയിൽ പാകിസ്ഥാനിലേക്ക് അമേരിക്കയുടെ US-ന്റെ 6ഓളം വിമാനങ്ങൾ ഇതിനകം എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. ഇസ്ലാമാബാദിലൊക്കെ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയ പശ്ചാത്തലമുണ്ട്. അവിടെ വലിയ തോതിലുള്ള സുരക്ഷ ഇസ്ലാമാബാദിലുണ്ട്. JD വാൻസ്, അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ചർച്ചയ്ക്കായി എത്തുമെന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആദ്യഘട്ടത്തിലൊക്കെ JD വാൻസ് ചർച്ചയിൽ ഉണ്ടാവില്ല, സുരക്ഷാ ഭീഷണിയുണ്ട് എന്ന് മറ്റുമാണ് ട്രംപ് പറഞ്ഞത്. അതിനുശേഷം കാര്യങ്ങൾ മാറി മറിയുന്നു. ഇപ്പോൾ അങ്ങോട്ടേക്ക് നേതാക്കൾ എത്തുന്നു. പക്ഷേ ഇറാന്റെ സാന്നിധ്യം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള ഉറപ്പുമില്ല. അപ്പോൾ ചർച്ച ആരൊക്കെ തമ്മിലായിരിക്കാം? വളരെ കൃത്യമായി തന്നെ അസീം മുനീർ ട്രംപുമായി സംസാരിച്ച് ഉപരോധം പിൻവലിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു എന്നാണ്. പക്ഷേ ഒരു തരത്തിലും ട്രംപ് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് ഇന്നിപ്പോൾ തൊട്ട് മുന്നേ വരുന്ന വാർത്ത എന്നുള്ളതാണ് അജയ്. അതായത് ഒരു തരത്തിലും ട്രംപ് ഇതിനോട് വഴങ്ങുന്നില്ല. ട്രംപ് പറയുന്നത് താങ്കളുടെ ഉപദേശമൊക്കെ ഞാൻ കേട്ടു, പക്ഷേ ഒരു തരത്തിലും തൽക്കാലം ഉപരോധം പിൻവലിക്കില്ല എന്നുള്ള നിലപാടിലേക്ക് ട്രംപ് പറയുകയാണ്. തീക്കളി വേണ്ട എന്ന് ഇറാൻ ആവശ്യപ്പെട്ടിട്ടും ട്രംപ് പിന്നോട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് അവസാനിക്കുന്ന വെടിനിർത്തൽ കാലാവധി നീട്ടില്ല എന്നും ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇറാനുമായുള്ള ചർച്ചയ്ക്ക് ഈ ബ്ലോക്കേഡ് തടസ്സമാണ് എന്ന് ബോധ്യപ്പെടുത്തിയിട്ടും ശരി, ഉപദേശം പരിഗണിക്കാം എന്നാണ് ട്രംപിൻ്റെ മറുപടി. ഇങ്ങനെയാണ് ട്രംപ് പ്രതികരിക്കുന്നത് മീഡിയേറ്ററോട്. അജയ്, എന്തായാലും ട്രംപ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതിരിക്കുമ്പോൾ ഈ വെടിനിർത്തൽ ചർച്ചകൾ അത് എപ്രകാരം മുന്നോട്ട് പോകും എന്നുള്ളത് തീർച്ചയായിട്ടും സംശയമാണ്. ഇറാൻ ഒരു വൈകാരികമായിട്ടാണ് പലപ്പോഴും ഈ ചർച്ചകളെ സമീപിച്ചിട്ടുള്ളത്. ആദ്യഘട്ട ചർച്ചകൾക്ക് തന്നെ ഇറാനിയൻ പ്രതിനിധികൾ പാകിസ്ഥാനിലെത്തിയപ്പോൾ അവർ സഞ്ചരിച്ചിരുന്ന വിമാനത്തിൻ്റെ കസേരകളിലെല്ലാം മിനാബിലെ സ്കൂളിൽ കൊല്ലപ്പെട്ട കുട്ടികളുടെ ചിത്രങ്ങൾ ആലേഖനം ചെയ്തിരുന്നു. അതുപോലെ തന്നെ കുട്ടികളുടെ കത്തിക്കരിഞ്ഞ ബാഗുകൾ, അവരുടെ ബുക്കിൻ്റെ അവശിഷ്ടങ്ങൾ, അവരുടെ ID കാർഡിൻ്റെ അവശിഷ്ടങ്ങൾ, ഇവയെല്ലാം കസേരകളിൽ വെച്ചുകൊണ്ടാണ് പാകിസ്ഥാനിലേക്ക് യാത്ര തിരിച്ചത്. ഇത് ശരിക്കും US മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അധ്യായം US-നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇറാൻ ശരിക്കും പാകിസ്ഥാനിലേക്ക് എത്തിച്ചേർന്നതെന്ന് പറയാൻ സാധിക്കും. കാരണം US ഇപ്പോഴും പൂർണ്ണമായിട്ട് തങ്ങളാണ് ഈ ആക്രമണത്തിൻ്റെ ഉത്തരവാദികൾ എന്ന് പറയാൻ തയ്യാറായിട്ടില്ല. ട്രംപ് വ്യക്തമാക്കുന്നത് ഇത് ഇറാൻ്റെ തന്നെ ഏതെങ്കിലും മിസൈലുകൾ മാറി മിനാബിലെ സ്കൂളിൽ പതിച്ചതായിരിക്കും എന്നാണ്. എന്തായാലും
US തന്നെ ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് പലതരം US-ന്റെ തന്നെ ഇന്റേണൽ റിപ്പോർട്ടുകളാണെങ്കിലും അതുപോലെ പല അന്താരാഷ്ട്ര അന്വേഷണങ്ങളിലൂടെ ആണെങ്കിലും നിലവിൽ വ്യക്തമാകുന്നത്. അപ്പോൾ ഇത്തരത്തിൽ US മറക്കാൻ ആഗ്രഹിക്കുന്ന ആ അധ്യായം തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വളരെ വൈകാരികമായി ഈ ചർച്ചയെ സമീപിക്കുമ്പോൾ US-ന് എങ്ങനെയെങ്കിലും ഒരു കരാർ ഉണ്ടാക്കിക്കൊണ്ട് ഈ പ്രശ്നങ്ങളിൽ നിന്ന് തടിയൂരാൻ തന്നെയാണ് ശ്രമം. പക്ഷേ അതിന് ഏറ്റവും കൂടുതൽ വിലങ്ങുതടിയാകുന്നത് ട്രംപിന്റെ നിരന്തരമുള്ള ഇത്തരം പ്രകോപനങ്ങളാണ്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ US സൈന്യത്തിലും പലതരം അഭിപ്രായ ഭിന്നതകൾ ഉള്ളതായിട്ടാണ് വിവരം. അത് കാരണം തന്നെയാണ് ഈ സൈനിക മേധാവിയെ ഉൾപ്പെടെ മാറ്റുന്ന ഒരു നിലപാടിലേക്ക് ട്രംപ് യുദ്ധത്തിന്റെ ഇടയ്ക്ക് വെച്ച് എത്തിച്ചേർന്നതെന്നുള്ള വിമർശനങ്ങളും ശക്തമാണ്. എന്തായാലും ഈ ചർച്ചകളെ സംബന്ധിച്ച് ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ്. നാളെ തന്നെ ചർച്ചകൾ നടക്കുമെന്നുള്ള രീതിയിൽ US-ന്റെ സംഘം പാകിസ്ഥാനിലേക്ക് എത്തുന്നു. ട്രംപ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത് ഇറാനും ചർച്ചയ്ക്ക് തയ്യാറാകും എന്ന് തന്നെയാണ്. പക്ഷേ ഇതുവരെ ഇറാന്റെ അധികാരികളൊന്നും തന്നെ ഇതിന് ഒരുക്കമാണെന്ന് അറിയിച്ചിട്ടില്ല. ഈ ചർച്ചയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു നിലപാട് തന്നെയാണ് ഇറാൻ ഇപ്പോഴും സ്വീകരിക്കുന്നത്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ എന്ത് എന്നുള്ള ഒരു ചോദ്യം അത് മുന്നിലുണ്ട്. ഇതിനിടെ ലെബനനും ഇസ്രായേലും തമ്മിലുള്ള ചർച്ച വ്യാഴാഴ്ച നടക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് പുതിയ സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണണം എന്താണ് ട്രംപിൻ്റെ പുതിയ നിലപാട് എന്നുള്ളത്. ഒരുപക്ഷെ ഈ ഹോർമുസ് തുറക്കുക, ഉപരോധം അവസാനിപ്പിക്കുക എന്ന നിലയിലേക്ക് ട്രംപ് എത്തിയേക്കാം. അത്തരം ചില നീക്കങ്ങളൊക്കെ ഇതിനു മുൻപും സംഭവിച്ചിട്ടുണ്ട്. അവസാന നിമിഷം ഇത്തരം കാര്യങ്ങൾക്ക് വെല്ലുവിളികൾ ഉയർത്തുകയും വഴങ്ങുകയും ചെയ്യുന്ന ഒരു രീതി ട്രംപിനുള്ളത് കൊണ്ട് എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഏതായാലും ഒരു ആക്രമണത്തിലേക്ക് ട്രംപ് ഇനി കടക്കുമോ എന്നുള്ളത് സംശയമാണ്. അതിനുള്ള സാഹചര്യം തൽക്കാലം ആ രാജ്യത്തില്ല എന്നുള്ളതും പ്രധാനമാണ്. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. തമിഴകത്ത് വീറും വാശിയും നിറഞ്ഞ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് സമാപനം കുറിക്കുകയാണ്. വൈകിട്ട് 6 മണിക്ക് പരസ്യ പ്രചാരണം അവസാനിക്കും. തുടർ ഭരണത്തിന് DMK-യും ഭരണം തിരികെ പിടിക്കാൻ AIADMK-യും മാറ്റത്തിന് നാന്ദി കുറിക്കാൻ TVK-യും അരയും തലയും മുറുക്കി രംഗത്തുണ്ട്. ബംഗാളിലും ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് മറ്റന്നാളാണ്. VR കാർത്തിക് വിവരങ്ങൾ പങ്കുവെക്കും. കാർത്തിക്, നമുക്കറിയാം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ DMK-യും AIADMK-യും തമ്മിലുള്ള വോട്ട് വ്യത്യാസം കേവലം 6% മാത്രമായിരുന്നു. അവിടെയാണ് വിജയിയുടെ പാർട്ടിയുടെ പ്രസക്തി. 15% മുകളിൽ വോട്ട് ആ പാർട്ടി നേടുമെന്ന് പല സർവേകളും പ്രവചിക്കുന്നുണ്ട്. അത് ആർക്ക് ഗുണകരമാകും, ആർക്ക് ദോഷകരമാകുമെന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത്രത്തോളം തരംഗം വിജയ് അവിടുത്തെ യുവാക്കൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താണ് മനസ്സിലാക്കേണ്ടത് ഈ പ്രചരണ കാലയളവ് ഒന്ന് പരിശോധിച്ചാൽ? രഞ്ജിത്ത്, 1 മാസത്തോളം നീണ്ട പരസ്യ പ്രചരണം അത് തമിഴ്നാട്ടിൽ ഇന്ന് അവസാനിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണത്തിന് ശേഷം മറ്റന്നാൾ തമിഴ്നാട് പോളിംഗ് ബൂത്തിലെത്തും. കഴിഞ്ഞ ഒരു 2 ദശാബ്ദക്കാലമായി കണ്ട തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് ഇത്തവണ തമിഴ്നാട്ടിലെ തെരഞ്ഞെടുപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതുവരെ അത് DMK-യും AIADMK-യും തമ്മിൽ നേരിട്ടുള്ള ഒരു പോരാട്ടമായിരുന്നു. എന്നാൽ ഇത്തവണ അതൊരു ത്രികോണ പോരിലേക്കോ ഒരു ചതുഷ്കോണ പോരിലേക്കോ ചില മണ്ഡലങ്ങളിലെങ്കിലും അങ്ങനെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ആദ്യഘട്ടം മുതൽ തന്നെ തയ്യാറെടുപ്പുകൾ DMK സജീവമായി നടത്തിയിരുന്നു. താഴെത്തട്ടിൽ ബൂത്ത് തലം മുതൽ പ്രവർത്തനം സജ്ജമാക്കി. സർക്കാരിൻ്റെ വികസന നേട്ടങ്ങൾ, കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനത്തിനെതിരായ നിലപാടുകൾ, ഇതൊക്കെയായിരുന്നു പ്രചരണ രംഗത്ത് സജീവമായി DMK ഉയർത്തിക്കൊണ്ടുവന്നത്. AIADMK ആകട്ടെ സർക്കാരിനെതിരായ ഈ ഭരണനിർവഹണത്തിലടക്കം സർക്കാരിൻ്റെ വീഴ്ചകൾ, അതോടൊപ്പം തന്നെ ലോ ആൻഡ് ഓർഡർ പ്രശ്നങ്ങൾ, അഴിമതി അടക്കമുള്ള കാര്യങ്ങളിലായിരുന്നു DMK ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള AIADMK-യുടെ പ്രചരണം. എന്നാൽ TVK ആകട്ടെ വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രംഗത്തേക്ക് വരുന്നു. AIADMK-യും DMK-യും ഒരുപോലെ കടന്നാക്രമിച്ചുകൊണ്ടായിരുന്നു പ്രചരണം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഈ കഴിഞ്ഞ കാലയളവിൽ അധികം പൊതു റാലികളിലൊന്നും തന്നെ വിജയ് പ്രത്യക്ഷപ്പെട്ടിട്ടില്ല മറ്റ് DMK-യും AIADMK-യും അപേക്ഷിച്ച്. എന്നാൽ താരം എവിടെയെല്ലാം എത്തുന്നുവോ, നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ അവിടെയെല്ലാം വലിയ തോതിലുള്ള ആരാധകരുടെ സാന്നിധ്യമുണ്ട്, ആരവമുണ്ട്. ഇതൊക്കെ ഒരു വോട്ട് ബേസായി മാറ്റാൻ കഴിയുമോ എന്നത് ഏറെ നിർണായകമാണ്. എന്തായാലും 1 മാസത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണം അത് നാടിൻ്റെ മുക്കിലും മൂലയിലും എത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു തമിഴകത്ത് ഇത്തവണ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ നിന്ന് മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, KC വേണുഗോപാൽ, DK ശിവകുമാർ, മാത്രമല്ല അന്യ സംസ്ഥാന മുഖ്യമന്ത്രിമാർ, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചന്ദ്രബാബു നായിഡു അടക്കമുള്ളവർ തമിഴ്നാട്ടിൽ സജീവമാണ്. ഇന്നും അദ്ദേഹത്തിൻ്റെ പ്രചരണം ചെന്നൈയിലുണ്ട്. മാത്രമല്ല DMK ആകട്ടെ
ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ അടക്കം ഇറക്കിയാണ് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന ലാപ്പ് കൊഴുപ്പിച്ചത്. ആദ്യഘട്ടത്തിൽ ഭാഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, സർക്കാരിന്റെ വികസനം, അതോടൊപ്പം തന്നെ ക്ഷേമ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ ഊന്നിയായിരുന്നു പ്രചരണമെങ്കിൽ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറുകയാണ്. വോട്ടിന് പണം നൽകിയതടക്കമുള്ള ആരോപണങ്ങൾ പല മണ്ഡലങ്ങളിൽ നിന്ന് വരുന്നു. പ്രത്യേകിച്ച് കോയമ്പത്തൂർ സൗത്തിൽ നിന്നും തെങ്കാശിയിലുമടക്കം DMK-യും AIADMK-യും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. മാത്രമല്ല പ്രധാനമന്ത്രിയും രാഹുൽ ഗാന്ധിയും ഒക്കെ എത്തിയ അവസാന ലാപ്പിലെ പ്രചരണത്തിൽ സജീവ ചർച്ചയായത് വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അതായത് ഈ ബില്ല് അട്ടിമറിക്കാൻ DMK-യും അതോടൊപ്പം തന്നെ കോൺഗ്രസ് സഖ്യം കൂട്ടുനിന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ സജീവ ചർച്ചയാക്കാൻ BJPക്ക് കഴിഞ്ഞു. എന്നാൽ അതിനെ അതേ നാണയത്തിൽ തന്നെ പ്രതിരോധിക്കുന്നുണ്ട് DMK. എന്തായാലും രഞ്ജിത്ത്, ഈ തെരഞ്ഞെടുപ്പ് തമിഴകത്ത് ഏറെ നിർണായകമാണ്. 234 സീറ്റുകൾ. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞതുപോലെ 8 മുതൽ 15% വരെ വോട്ടുകൾ TVK ഈ തെരഞ്ഞെടുപ്പിൽ നേടും എന്ന് വിലയിരുത്തുന്നുണ്ട്. പല സർവേകളും അതിനനുസൃതമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത് ആരുടെ വോട്ടുകളാകും? സ്വാഭാവികമായും ഒരു സർക്കാർ വിരുദ്ധ വികാരം ഉണ്ട് എന്ന് പല സർവേകളും പ്രവചിക്കുന്നു. പക്ഷേ ആ സർക്കാർ വിരുദ്ധ വോട്ടുകൾ അത് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ പ്രതിഫലിക്കുക? സർക്കാർ വിരുദ്ധ വോട്ടുകൾ പരമ്പരാഗത പാർട്ടിയിലേക്ക് തന്നെ പോകുമോ, അതോ നായകനായി വിജയ് എത്തുമ്പോൾ വിജയുടെ ഒരു വിസിൽ ചിഹ്നത്തിലേക്ക് ആ വോട്ടുകൾ പോകുമോ? ഇങ്ങനെ ആ വലിയ തോതിലുള്ള കണക്കുകൂട്ടലുകളാണ് ഇത്തവണത്തെ തമിഴ്നാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത. മറ്റൊന്ന് NTK-യുടെ സാന്നിധ്യമുണ്ട്. സീമാൻ എന്തൊക്കെ തരത്തിലുള്ള ചലനങ്ങൾ ഉണ്ടാക്കും, ആരുടെയൊക്കെ വോട്ട് ബാങ്കുകളിൽ വിള്ളൽ വീഴ്ത്തും, ഇതൊക്കെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ട് 6 മണിക്ക് തമിഴ്നാട്ടിലെ പരസ്യപ്രചരണം അവസാനിക്കുകയാണ്. നാളെ നിശബ്ദ പ്രചരണം. അത് കഴിഞ്ഞാൽ മറ്റന്നാൾ തമിഴ്നാട് പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. തീർച്ചയായും അതാണ് തമിഴ്നാട്ടിൽ ഇത്തവണ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമോ എന്നത് കാത്തിരുന്ന് കാണണം. പക്ഷേ പല സർവേകളും ഇപ്പോഴത്തെ ഭരണകക്ഷി തുടരുമെന്ന് തന്നെയാണ് പ്രവചിക്കുന്നത്. ഒപ്പം 200-ന് മുകളിൽ സീറ്റ് വാങ്ങുമെന്ന് സ്റ്റാലിൻ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ബംഗാളിലേക്ക് പോയാൽ അവിടെയും വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് ആ സംസ്ഥാനം കാതോർക്കുന്നു എന്നുള്ള സൂചനകളൊക്കെ ഉണ്ട്. എങ്കിൽ പോലും മമതാ ബാനർജി ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല. കാർത്തിക്, മമതാ ബാനർജി അത് ശക്തമായ പ്രചരണം, BJPക്കെതിരെ ഏറ്റവും വലിയ ആയുധങ്ങൾ എടുത്ത് പോരാടി തന്നെയാണ് മമതയുടെ നീക്കമെന്ന കാര്യത്തിൽ സംശയമില്ല. അവിടെയും നിരവധി വിഷയങ്ങൾ കടന്നു വന്നിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് വേളയിൽ ഉടനീളം. മോദിയുടെ സാന്നിധ്യമുണ്ട് അവിടെ. തുടർച്ചയായി അമിത്ഷാ നേരിട്ട് രംഗത്തുണ്ട്. അവിടെ ഭരണം പിടിക്കുക എന്നുള്ളത് BJPയുടെ വലിയ ആവശ്യമാണ്. ആദ്യഘട്ട തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. എന്താണ് ബംഗാളിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഈ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ? ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഏറ്റവും ശ്രദ്ധേയമായി രാജ്യം ഉറ്റുനോക്കുന്നത് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ്. 2 ഘട്ടങ്ങളിലായാണ് ബംഗാളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതിൽ ആദ്യഘട്ടം മറ്റന്നാൾ നടക്കും. ആകെ 294 മണ്ഡലങ്ങൾ, അതിൽ 152 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് മറ്റന്നാൾ നടക്കുന്നത്. പതിവിലും കൂടുതൽ പ്രചരണ രംഗത്ത് ശക്തമായ ഏറ്റുമുട്ടലുകൾ BJPയും അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസും നേർക്കുനേർ നടത്തി എന്നതാണ് ബംഗാൾ രാഷ്ട്രീയത്തെ ഇത്തവണ നിർണായകമാക്കുന്നത്. SIR മുതൽ ഏറ്റവും ഒടുവിൽ വനിതാ സംവരണ ബിൽ വരെയുള്ള കാര്യങ്ങൾ അവിടെ സജീവ ചർച്ചയായി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം നേരിട്ട് അവിടെ പൊതുറാലികളിൽ പങ്കെടുത്തിരുന്നു. ഒപ്പം തന്നെ കടകളിലെത്തി അദ്ദേഹം സാധാരണക്കാരുമായി സംസാരിക്കുന്നതടക്കം വലിയ ചർച്ചകളിൽ ഉയർന്നിരുന്നു. എന്നാൽ അതൊരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം മമതയുടെ പ്രതികരണം. അങ്ങനെ കൊണ്ടും കൊടുത്തും പ്രചരണ രംഗം സജീവമാക്കിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലയളവാണ് ബംഗാളിൽ കടന്നു പോകുന്നത്. എന്തായാലും അത് എത്രത്തോളം പോളിംഗിൽ പ്രതിഫലിക്കും എന്നതൊക്കെ ഏറെ നിർണായകമാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്തവണയും ഉള്ളത്. ബ്രാൻഡ് മമത തന്നെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ തുറുപ്പുചീട്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ, അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഭരണ നിർവഹണത്തിലടക്കം തൃണമൂൽ കോൺഗ്രസിന് സംഭവിക്കുന്ന വീഴ്ചകൾ, ഇതിലൊക്കെ ഊന്നിക്കൊണ്ടായിരുന്നു പ്രചരണ രംഗത്ത് BJP സജീവമായത്. എന്തായാലും ആദ്യഘട്ട പ്രചരണത്തിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കുമ്പോഴും BJPയുടെ കേന്ദ്ര നേതാക്കൾ തന്നെ ബംഗാളിൽ സജീവമായുണ്ട്. ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിവിധ റാലികളിൽ പങ്കെടുക്കും. അതോടൊപ്പം തന്നെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അടക്കം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ സജീവമാകും. സ്വാഭാവികമായും വനിതാ സംവരണ ബിൽ അടക്കമുള്ള കാര്യങ്ങൾ ഊന്നിയുള്ള വിമർശനങ്ങളും റോഡ് ഷോകളും ഒക്കെ തന്നെയാവും അവസാന മണിക്കൂറുകളിൽ ബംഗാളിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം കളറാക്കുക. ഏതായാലും ബംഗാളും തമിഴ്നാടും നിർണായക ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നീങ്ങുന്നു എന്നുള്ളതാണ് നിർണായകമായ കാര്യം. നമുക്ക് മറ്റ് വാർത്തകൾ നിരവധിയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകണം ഇടവേളയ്ക്ക് ശേഷം.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തി. ദൃശ്യങ്ങൾ പകർത്തിയ പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ രാജുവിന് മർദ്ദനമേറ്റു. മറ്റ് മാധ്യമ പ്രവർത്തകരോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. ഗുരുവായൂർ ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാരാണ് മാധ്യമ പ്രവർത്തകനെ മർദ്ദിച്ചതും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചതും എന്നാണിപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. ക്ഷേത്രത്തിലുണ്ടായിരുന്ന ചിലർ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ അവരോടും അത് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു എന്നാണ് മനസ്സിലാകുന്നത്. വിവേകിന്റെ കൂടെ ഉണ്ടായിരുന്നവർ ഇക്കാര്യം ആവശ്യപ്പെട്ടു എന്നാണ് സൂചന. ഏതായാലും ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ഇന്നലെ രാത്രിയാണ് അദ്ദേഹം വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയത്. സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകാം, എന്തുകൊണ്ട് പിണറായി വിജയന്റെ മകന് ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിക്കൂടാ? അവിടെ അങ്ങനെ ആർക്കും വിലക്കൊന്നുമില്ല, വിശ്വാസികളായ ആർക്കും വരാം. പക്ഷേ ഈ വാർത്ത അത് പുറത്തു വന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വന്നത് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് നമുക്കറിയാം വിശ്വാസികളല്ലാത്ത ആളുകൾ, CPM കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ വിശ്വാസികളല്ല എന്ന് പൊതുവേ ഒരു വ്യാഖ്യാനമുണ്ടല്ലോ, അത് തകരുമോ എന്ന തരത്തിൽ. നമുക്ക് നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ്റെ കുടുംബമൊക്കെ പൂമൂടൽ ചടങ്ങുമായി ബന്ധപ്പെട്ട് വിവാദത്തിലൊക്കെ പെട്ട ആളുകളാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഗൗരവതരമായ കാര്യമാണ് എന്ന രീതിയിലാണ് പാർട്ടി കണ്ടിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതുകൊണ്ടായിരിക്കാം മാധ്യമപ്രവർത്തകനെ അടക്കം മർദ്ദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ആജ്ഞ രവീന്ദ്രൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരുകയാണ്. ആജ്ഞ, നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി കാണാം വിവേക് കിരൺ ഒപ്പം കുറേ കുടുംബാംഗങ്ങളുണ്ട്, സന്തത സഹചാരികളുണ്ട്, ഗുരുവായൂർ ക്ഷേത്രത്തിലെ ജീവനക്കാരടക്കം കൂടെ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത് ഇന്നലെ? രഞ്ജിത്ത്, ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാറിനൊപ്പമാണ് ഈ ഗുരുവായൂരിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ ദർശനം നടത്തിയത്. എന്തായാലും രഞ്ജിത്ത് പറഞ്ഞതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ മകനായതുകൊണ്ട് ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനം നടത്താൻ പാടില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ ബാക്കിയാകുന്നുണ്ട്. എന്നിരുന്നാൽ പോലും സാധാരണയായിട്ട് VIP-കൾ ദർശനം നടത്തുന്ന സാഹചര്യത്തിൽ ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു കൃത്യമായിട്ടുള്ള അറിയിപ്പ് മാധ്യമപ്രവർത്തകർക്ക് ലഭിക്കാറുണ്ട്. ഇന്ന VIP അല്ലെങ്കിൽ ഇന്ന VVIP ഇന്ന ദർശനത്തിന് ഉണ്ടാകും, അതനുസരിച്ച് മാധ്യമപ്രവർത്തകർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ ലഭിക്കാറുണ്ട്. അതേസമയം അത് ഉണ്ടായില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അതുമാത്രമല്ല, യാദൃശ്ചികമായി വിവേക് കിരണിനെ ക്ഷേത്രത്തിനുള്ളിൽ കണ്ട പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ പെട്ടെന്ന് ദൃശ്യങ്ങൾ പകർത്തുകയായിരുന്നു. അത് ദേവസ്വം സെക്യൂരിറ്റി ജീവനക്കാർ അത് കണ്ട് ഈ രാജു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകൻ, അദ്ദേഹം അവിടുത്തെ പ്രാദേശിക മാധ്യമപ്രവർത്തകനാണ്, രാജു എന്ന് പറയുന്ന മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം തന്നെയല്ല, അദ്ദേഹത്തിന് രാജുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിച്ച് ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ചിലർ മറ്റും മാധ്യമപ്രവർത്തകരോടും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടു. മറ്റു ചിലർ ഫോണിൽ ദൃശ്യങ്ങൾ എടുത്തിരുന്നു. ആ ദൃശ്യങ്ങൾ എടുത്തതുമായി ബന്ധപ്പെട്ടും തർക്കങ്ങൾ ഉണ്ടായിരുന്നു. മറ്റ് ഫോണിൽ എടുത്ത ആളുകളോടും ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും രാജു ഗുരുവായൂരിനെ മർദ്ദിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. അതാണ് എന്തുകൊണ്ടാണ് ഈ വിവേക് കിരൺ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത് പുറത്തു പോകുന്നത് ഒരു നാണക്കേടായി കണക്കാക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ പാടില്ലാത്ത ഒരു കാര്യമായി തന്നെ മറ്റുള്ളവർക്ക് തോന്നുന്നുണ്ടോ, അതല്ലെങ്കിൽ ഈ പാർട്ടി അത്തരത്തിൽ അതിനെ കണക്കാക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചോദ്യചിഹ്നമാകും. അവിടെയാണ് ആജ്ഞ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. സാധാരണ ഇത്തരം ആളുകളൊക്കെ ക്ഷേത്ര ദർശനത്തിന് വരുമ്പോൾ മാധ്യമപ്രവർത്തകരെ അറിയിക്കാറുണ്ട്. ഈ അവിടെ എത്തി ദൃശ്യങ്ങൾ ചിത്രീകരിച്ചത് ചുരുക്കം ചില മാധ്യമപ്രവർത്തകർ, 1-2 പേർ മാത്രമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവർക്ക് ഈ വിവരം എങ്ങനെ കിട്ടി എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ദേവസ്വമായി ഭരണത്തിലുള്ള ആളുകളെ അമ്പരപ്പിക്കുന്നത്. അത് ഒരിക്കലും കിട്ടാൻ സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഒരു രഹസ്യമായി വന്നു മടങ്ങുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ വിവേക് കിരൺ വിചാരിച്ചതും ആഗ്രഹിച്ചതും മറ്റും. അത് പൊളിഞ്ഞു. പുറത്ത് ഉള്ള ആളുകൾ ഈ വിവരം അറിഞ്ഞു, മാധ്യമങ്ങളിലൂടെ പുറത്തു വരുമെന്നുള്ള എന്തോ ഒരു ഭീതി, അതിൻ്റെ പുറത്തുള്ള മർദ്ദനമാണെന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും രഞ്ജിത്ത്, 2 കാര്യങ്ങളുണ്ട് ഇവിടെ. പ്രധാനമായിട്ടും വിവേക് കിരൺ എന്ന് പറയുന്ന വ്യക്തിക്ക് ക്ഷേത്രത്തിൽ ഏത് സമയത്തും ദർശനം നടത്താം എന്നുള്ള കാര്യമുണ്ട്. അതേസമയം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മകനാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹം ഒരു VVIP കാറ്റഗറിയിൽ തന്നെ ആയിരിക്കണം വരേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാറ്റഗറിയിൽ വന്ന ഒരാളെ അദ്ദേഹം ദർശനം നടത്തുന്നു എന്നുള്ള കാര്യം മാധ്യമപ്രവർത്തകരെ അറിയിക്കാഞ്ഞത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വിവേക് ഒരു പേഴ്സണൽ സന്ദർശനം എന്നുള്ള നിലയിൽ അതിനെ രഹസ്യമായി വെക്കാൻ, അല്ലെങ്കിൽ അതിനെ സ്വകാര്യ
സാഹചര്യമായി വെക്കാനോ ആഗ്രഹിച്ചിരുന്നിരിക്കാം. അങ്ങനെയുള്ളപ്പോഴും ഒരു മാധ്യമപ്രവർത്തകൻ അതിൻ്റെ ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ സെക്യൂരിറ്റി ജീവനക്കാർ അദ്ദേഹത്തെ പിടിച്ചു തള്ളുകയും അദ്ദേഹത്തെ മർദ്ദിക്കുകയും ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയത് എന്തുകൊണ്ടാണ്? അത് മാത്രമല്ല, വിവേകിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളുകളാണ് ദൃശ്യങ്ങൾ പകർത്തിയ, ഫോണിൽ പകർത്തിയ മറ്റുള്ളവരോട് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്ര വലിയ അല്ലെങ്കിൽ ഇത്ര രഹസ്യ സ്വഭാവം ഇതിൽ സൂക്ഷിക്കേണ്ടുന്ന സാഹചര്യം എന്താണ് എന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ കാര്യം, എന്തിനാണ് ഈ മാധ്യമപ്രവർത്തനെ കയ്യേറ്റം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് അത്രയും ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷം ക്ഷേത്രത്തിനകത്ത് ഉണ്ടാക്കിയത് എന്നുള്ള ഒരു ചോദ്യം ബാക്കിയാവുന്നുണ്ട്. ഇത്ര രഹസ്യ സ്വഭാവം എന്തിനാണ് വിവേക് കിരണിന്റെ ഗുരുവായൂർ ക്ഷേത്ര ദർശനവുമായി ബന്ധപ്പെട്ട് സൂക്ഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ അതിനെ അങ്ങനെ കൈകാര്യം ചെയ്യേണ്ടുന്ന സാഹചര്യം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാർ എല്ലാവരും നിരീശ്വരവാദികൾ ആകണം എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണോ? അതല്ലെങ്കിൽ വിവേക് കിരണിന്റെ പൊളിറ്റിക്സ് അത് തന്നെയാണോ? അതല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ കമ്മ്യൂണിസ്റ്റ് തന്നെ ആയിരിക്കണം എന്നുണ്ടോ? അതല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നാൽ പോലും അദ്ദേഹത്തിന് ക്ഷേത്ര ദർശനം നടത്താനുള്ള അനുവാദമില്ലേ, അല്ലെങ്കിൽ അവകാശമില്ല? തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട്. എന്നിരുന്നാൽ പോലും വിവേക് കിരൺ ക്ഷേത്ര ദർശനം നടത്തിയത് എന്നുള്ളതല്ല ഇവിടെ ബാക്കിയാകുന്ന പ്രശ്നം. എന്തിനാണ് ഇത്ര വലിയ രഹസ്യ സ്വഭാവം ഇതിന് സൂക്ഷിക്കുന്നത്? ഒന്ന്. രണ്ടാമത്തത് കാര്യം, എന്തിനാണ് ആ ദൃശ്യങ്ങൾ പകർത്തിയ മാധ്യമപ്രവർത്തകനെ മർദ്ദിക്കുന്ന സാഹചര്യത്തിലേക്ക് പോയത്? ആ ദൃശ്യങ്ങൾ പകർത്തിയ മറ്റുള്ളവരോട് നിർബന്ധപൂർവ്വം ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ എന്തിനാണ് വിവേക് കിരണിന്റെ കൂടെയുള്ളവർ ആവശ്യപ്പെട്ടത്? ദേവസ്വം ജീവനക്കാർ എന്തിനാണ് ഇത്രയധികം റിസ്ക് എടുത്ത് ഒരു മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ച് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ മുൻകൈയെടുത്തത്? ഈ നേരത്തെ പറഞ്ഞതുപോലെ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ അരുൺകുമാറിന്റെ നേതൃത്വത്തിലാണ് വിവേക് കിരൺ അവിടെ സന്ദർശനം നടത്തിയത്. അപ്പോൾ നേരത്തെ തന്നെ ഈ VIP സന്ദർശനം ഇത്തരം കാര്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരെ അറിയിക്കാറുമുണ്ട്. അതിനനുസരിച്ച് ക്ഷേത്രത്തിൽ സെക്യൂരിറ്റി സാഹചര്യങ്ങൾ ഒരുക്കാറുമുള്ളതാണ്. പക്ഷേ ഇത് അറിയിച്ചിരുന്നിട്ടുമില്ല. അതായത് മൊത്തത്തിൽ ഇത് വിവേക് കിരണിന്റെ സന്ദർശനം പുറത്തറിയരുത് എന്നുള്ള ഒരു മുൻകരുതൽ എടുത്തിരുന്നതായിട്ട് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതെ, ഒരു ജാഗ്രത പുലർത്തിയിരുന്നു പുറത്ത് ഈ വിവരം അറിയരുത് എന്ന കാര്യത്തിൽ. പക്ഷേ നമുക്കറിയാം, രാജു അവിടെ സ്ഥിരമായി ദൃശ്യങ്ങൾ എടുക്കുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ്, ഒരുപാട് ബന്ധമുള്ള ഒരു മാധ്യമപ്രവർത്തകനാണ്, വർഷങ്ങളായി അവിടെ ഉള്ള ആളാണ്. രാജുവിന് നേരെ കയ്യേറ്റമുണ്ടായി എന്ന് പറയുമ്പോൾ അത്രത്തോളം ഈ വിവേക് കിരണിനെ അവിടെ കൊണ്ടുവന്നവരെ അല്ലെങ്കിൽ വിവേക് കിരണിനെ തന്നെ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അത്തരമൊരു സൂചന വന്നപ്പോൾ അത് പ്രകോപിപ്പിച്ചു എന്ന് വേണം തൽക്കാലം കരുതാൻ. അതാണ് രാജുവിനെ അടക്കം മർദ്ദിക്കാനും മറ്റും കാരണമായത്. ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാനും മറ്റും ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഫോട്ടോകൾ പുറത്തു വന്നു. ആ ഫോട്ടോയാണ് പ്രേക്ഷകർ കാണുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൻ വിവേക് കിരൺ ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി മടങ്ങുന്ന ദൃശ്യങ്ങൾ. അത് ഇന്നിപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ വലിയ ചർച്ചയാണ്. മാധ്യമപ്രവർത്തകനെ മർദ്ദിച്ചതോടുകൂടി ആ ദർശനത്തിന് മറ്റൊരു കളർ വന്നു എന്ന് മാത്രം. ആജ്ഞയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കോൺഗ്രസ് നേതാക്കളെയും പാർട്ടിയെയും അപകീർത്തിപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ സമൂഹ മാധ്യമങ്ങളിൽ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിച്ച വ്യാജ അക്കൗണ്ടുകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് KPCC മാധ്യമ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഔദ്യോഗികമായി പരാതി നൽകി. 90-ലധികം വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ടുകളെ സംബന്ധിച്ച വിവരങ്ങളും പരാതിക്കൊപ്പം ദീപ്തി DGP കൈമാറി. ഏകീകൃത സ്വഭാവത്തോടെ പ്രവർത്തിക്കുന്നതാണ് ഈ അക്കൗണ്ടുകൾ. പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും സമൂഹത്തിൽ കോൺഗ്രസിന് അവമതിപ്പ് ഉണ്ടാക്കുന്ന വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇത്തരം വ്യാജ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്നതെന്ന് ദീപ്തി മേരി വർഗീസ് പരാതിയിൽ ചൂണ്ടിക്കാട്ടി. വാൽപ്പാറ ദുരന്തത്തിൽ പാങ് GLP സ്കൂളിലെ 5 അധ്യാപകർക്കൊപ്പം ജീവൻ നഷ്ടമായ പാചക ജീവനക്കാരി സജിതയുടെ കുടുംബം നേരിടുന്നത് കടക്കണിയും പ്രതിസന്ധികളും. ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കോയമ്പത്തൂരിൽ ചികിത്സയിലുള്ള സാജിദയുടെ മകൻ ഷഹദീൻ ഇപ്പോഴും ഉമ്മ മരിച്ചത് അറിഞ്ഞിട്ടില്ലെന്ന് സാജിദയുടെ സഹോദരി കുഞ്ഞിപ്പാത്തുമ്മ പറഞ്ഞു. മരിച്ച അധ്യാപകരുടെ കുടുംബത്തിന് നിയമാനുസൃതമായുള്ള സഹായങ്ങൾ ലഭിക്കുമ്പോൾ സാജിദയ്ക്ക് എന്തെങ്കിലും ലഭിക്കണമെങ്കിൽ സർക്കാർ തന്നെ കനിയണം. ഉമ്മയും ഉപ്പയും ഇല്ലാതെയായ ഷഹദിൻ്റെ ഭാവിയും വീട് പണിയുടെ കടവുമെല്ലാം ഉത്തരമില്ലാത്ത ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ്. വാൽപ്പാറ വാഹനാപകടത്തിൽ മരിച്ച പാങ് GLP സ്കൂളിലെ പാചക ജീവനക്കാരി സാജിദയുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സാജിദയുടെ സഹോദരി കുഞ്ഞിപ്പാത്തുമ്മ എന്നോടൊപ്പം ചേരുന്നു. അത് വലിയ വിഷമാണെന്നറിയാം. എന്നാലും മോൻ്റെ അവസ്ഥ എങ്ങനെയുണ്ട് ഇപ്പോൾ? കാലിന് ഇന്ന് സർജറി വേണം പറഞ്ഞതായതുകൊണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് 5 ദിവസത്തിന്. ഇപ്പോൾ നടുവിനൊക്കെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് പറഞ്ഞിട്ട്, നട്ടെല്ലിന്.
അപ്പോൾ 5 ദിവസത്തിന് മാറ്റി വെച്ചപ്പോൾ രക്തം കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. രക്തത്തിന് കമ്മിയുണ്ട് പറഞ്ഞപ്പോൾ ഇപ്പോൾ 3 കുപ്പി കയറ്റി കഴിഞ്ഞു. ഇപ്പോൾ ഒരാളും കൂടി വേണം പറഞ്ഞിട്ട് വേറൊരാളും കൂടി പോയിട്ടുണ്ട്. അപ്പോൾ അവരെ രക്തം എടുത്തുകൊണ്ടിരിക്കുകയാണ് പറഞ്ഞു. മെച്ചപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? സംസാരമൊക്കെ നല്ല ക്ലിയർ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ അവനെല്ലാതും ഓർമ്മ ഉണ്ട്. അവിടെ സംഭവിച്ചതൊക്കെ ഓർമ്മ ഉണ്ട്. അത് തോരാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഭയമൊന്നും അവൻ്റെ മനസ്സിൽ മുഖത്ത് കാണുന്നില്ല എന്നാണ് പറയുന്നത് എല്ലാവരും. അവൻ്റെ വർത്താനം നല്ല എനർജി ആയിട്ടാണ് വർത്താനം. ഇല്ല, അതറിഞ്ഞിട്ടില്ല. പക്ഷെ അവർ ബോഡി കിട്ടിയിട്ടില്ല, സാജിദയുടെ ബോഡി കിട്ടിയിട്ടില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ എന്താ ബോഡി എന്നൊന്നും അവനക്കറിയില്ല. ഉമ്മയുടെ ബോഡി കിട്ടിയോ, അമ്മച്ചി ഇവിടെ വീട്ടിലുണ്ടോ എന്നൊക്കെയാണ് അവൻ ചോദിക്കണത്. സർക്കാരിന് പറയുന്നതെന്ന് വെച്ചാൽ ടീച്ചർമാരും അവരുടെ കൂടെയാണല്ലോ സാജിദ ജോലി ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊക്കെ സർക്കാരിൻ്റെ എന്തെങ്കിലുമൊക്കെ സഹായം കിട്ടും. നമുക്കിവിടെ ഉപജീവനം എങ്ങനെയാണ് ഇനിയിപ്പോൾ? സാജിദയുടെ ഒറ്റ ജോലി കൊണ്ടാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത്. ഈ വീട്ടിൽ ഉമ്മയും അവൾ മാത്രമാണ് പിന്നെ ഉള്ളത്. അവളെ ഒറ്റ ജോലി കൊണ്ട് തന്നെയാണ് ഈ കുടുംബം കഴിഞ്ഞ് പോണത്. അപ്പോൾ മോൻ്റെ ചികിത്സ സർക്കാർ ഏറ്റെടുത്താലും പിന്നെയും സഹായങ്ങളൊക്കെ ആവശ്യം വരില്ലേ? പിന്നെന്താ, വേണ്ടി വരും. എൻ്റെ കുട്ടികൾ പഠിക്കാനും എല്ലാത്തിനും മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ, പിന്നീടുള്ള ജീവിതത്തിക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവനക്ക് സർക്കാരിൻ്റെ സഹായം നിർബന്ധമായിട്ടും വേണ്ടി വരും. അത് സർക്കാർ പരിഗണിക്കുന്നത് പ്രതീക്ഷിക്കാം. ഓക്കെ. അല്ലെങ്കിൽ മുന്നോട്ട് പോക്ക് വലിയ ബുദ്ധിമുട്ടാണ്. ഇമ്മ മാത്രമല്ലേ ഉള്ളൂ. സാജിൻ്റെ ഭർത്താവും വാപ്പയും ഒക്കെ മരിച്ചിട്ടുണ്ട്. ഞങ്ങളും ഓരോ ഇതിലാണ്, ഇഷ്ടപ്പാടിലാണ്. പക്ഷെ വല്ലാതെ സഹായിക്കാനൊന്നുള്ള പ്രാപ്തി ആയിട്ടില്ല. ഞാനും സ്കൂളിലൊരു വർക്കറാണ്. സ്കൂളിൽ ഞാൻ സർജറി കഴിഞ്ഞതുകൊണ്ട് ഇപ്പോൾ നിർത്തിവെച്ച. ഇനി അവിടെ നിന്നാണ് തുടരണമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാവരും നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് 2 പ്രാവശ്യൻ്റെ അടുത്ത് വീണ്ടും ഇത് പറയാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല റെസ്റ്റ് എടുക്കും മാൾമ, നമുക്ക് വേറൊരാളെ വെക്കണേക്കാട്ടി നല്ലത് മാൾമ തന്നെ വേണം. കുട്ടികൾ സൗകര്യം കെടുത്തിട്ട് അങ്ങനെയാണ് ഇപ്പോൾ കലക്ടർ പോലെയൊക്കെ വന്നിട്ട് പറഞ്ഞത്. MLA വന്നു. ചെയ്യല്ലേ, നിർബന്ധം. വലിയ ദുഃഖത്തിൽ ഞങ്ങളെ ജോലി വിട്ടു കൊടുക്കാനാവില്ല വിചാരിച്ചിട്ട് ഞങ്ങൾ അതേ തുടർന്നുകൊണ്ടിരിക്കുക. ഇപ്പം അല്ല, അതേ പറഞ്ഞതാണ്. ഇപ്പം കഴിയുന്നത് നമ്മൾ തുടർന്ന് പോകണമെന്നാണ്. എന്താണെങ്കിലും വലിയ സഹായം സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നൊക്കെ ഈ കുടുംബത്തിന് ആവശ്യമുണ്ട്. അധ്യാപകർക്ക് പെൻഷൻ അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിൽ ഈ പാചക ജീവനക്കാരി ആയതുകൊണ്ട് സാധ്യതയ്ക്ക് അതൊന്നും തന്നെ ഇല്ല. അപ്പോൾ സർക്കാരിൻ്റെ ദുരിതാശ്വാസ നിധിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംവിധാനത്തിൽ നിന്നോ ഇവർക്ക് അതിജീവനത്തിന്, ഈ കുടുംബത്തിന് അതിജീവനത്തിന് ആവശ്യമായ സഹായം നൽകണം എന്നൊരു അഭ്യർത്ഥനയാണ് ഈ കുടുംബത്തിന് മുന്നോട്ട് വയ്ക്കാനുള്ളത്. മാത്രമല്ല സാജിദയുടെ മകൻ ഷഹദിന് ഇനിയും ചികിത്സയും മറ്റുമൊക്കെ ആവശ്യമാകും. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒരു അകമഴിഞ്ഞുള്ള പിന്തുണ നടപടിയാണ് ഇവർ മുന്നോട്ട് ആവശ്യപ്പെടുന്നത്. അഖിലോട്ട് പാറയ്ക്കൊപ്പം CV അൻമോദ്, News 18. വിവോ IQ00 ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ട് സൈബർ തട്ടിപ്പെന്ന് പോലീസ്. ഒറിജിൻ OS അപ്ഡേറ്റ് എന്ന വ്യാജേരായക്ക് സന്ദേശങ്ങൾ വഴി മൊബൈൽ ഫോണുകളിൽ മാൽവെയറുകൾ ഇൻസ്റ്റാൾ ചെയ്യിപ്പിച്ച് ഉപയോക്താക്കളുടെ ബാങ്കിംഗ് വിവരങ്ങൾ ചോർത്തുന്നതാണ് തട്ടിപ്പിൻ്റെ രീതി. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനിടെ അടിയന്തരമായി സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യുക എന്ന തരത്തിലുള്ള പോപ്പപ്പ് സന്ദേശങ്ങൾ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടും. ഇതിൽ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഔദ്യോഗിക അപ്ഡേറ്റിന് പകരം മാൽവെയർ അടങ്ങിയ APK ഫയലുകൾ ഡൗൺലോഡ് ആകുന്നു. ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതോടെ ഫോണിൻ്റെ നിയന്ത്രണം തട്ടിപ്പുകാർക്ക് ലഭിക്കുകയും ക്യാമറ, മൈക്രോഫോൺ, SMS, കോൺടാക്ട് വിവരങ്ങൾ എന്നിവ ചോർത്തുകയും ചെയ്യുന്നു. ഇതിലൂടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് പണം തട്ടുകയാണ് സംഘത്തിൻ്റെ ലക്ഷ്യം. മറ്റു വാർത്തയിലേക്ക്. കാസർഗോഡ് തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലകളിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. 100 കണക്കിന് കുടുംബങ്ങളാണ് പ്രതിസന്ധി നേരിടുന്നത്. പറയമാനം, കാവില്യാട്ട്, മേലിയാട്ട്, ഉടുമ്പൊന്തല, വയലോടി മേഖലകളിലാണ് പ്രശ്നം ഗുരുതരം. പഞ്ചായത്തിന്റെ ബീരിച്ചേരി പദ്ധതിയിൽ നിന്നുള്ള കുടിവെള്ള കണക്ഷനാണ് പ്രദേശവാസികളുടെ ഏക ആശ്രയം. എന്നാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാത്രം ലഭിക്കുന്നതും വളരെ ചുരുങ്ങിയ സമയം മാത്രം വിതരണം ചെയ്യുന്നതുമായ വെള്ളം ഈ കുടുംബങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ തികയുന്നില്ല. പ്രദേശത്തെ മിക്ക വീടുകളിലും കിണറുകളുണ്ടെങ്കിലും ശുദ്ധജലം ലഭ്യമല്ല. ഇതിൽ മാലിന്യങ്ങളും ഉപ്പുരസവും കലർന്നിട്ടുണ്ടെന്നാണ് ആരോപണം. കുടിവെള്ളം ലഭിക്കുന്ന ദിവസങ്ങളിൽ മറ്റു ജോലികളെല്ലാം മാറ്റിവെച്ച് കാത്തിരിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ. പല വീടുകളിലും രാവിലെ വെള്ളം ലഭിക്കുന്നില്ലെന്നും പരാതിയുണ്ട്. നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാനില്ല, നമ്മുടെ സാധാരണ കുടിക്കാൻ വെള്ളം തികയുണ്ട്.
അത് നമ്മൾ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവർ 1.5 മണിക്കൂറേ വെള്ളം അടിക്കുന്നുള്ളൂ. ഒരു 2 മണിക്കൂറിലടിച്ചാൽ കുറച്ച് വെള്ളം കൂടുതൽ കിട്ടിയാലോ നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും കുടിവെള്ളത്തിന് വേണ്ടിയിട്ടല്ല ആഗ്രഹിക്കുന്നു. കുടിവെള്ളം തരുന്നതിന് എന്തില്ല 6 മണിക്ക് അവർക്ക് വെള്ളം അടിക്കണ്ട. 6 മണി കഴിഞ്ഞിട്ട് വെള്ളം അടിച്ചാൽ നമുക്ക് നിമിതമായ വെള്ളം കിട്ടൂലേ. അതങ്ങ് ഇതിൻ്റെ ആ പൈപ്പ് കട്ടാക്കിയാൽ നമുക്ക് വെള്ളം വരും. ആ പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്ന ആൾ നമുക്ക് വെള്ളത്തിന് ആവശ്യത്തിന് വെള്ളത്തിന് എന്തായാലും വെള്ളം നിർബന്ധമാണ്. നമുക്കൊരു വീട്ടിൽ നമുക്ക് അവകാശമാണ് വെള്ളം. അപ്പോൾ ഇത്രയും വെള്ളത്തിന് വേണ്ടി നമ്മൾ ഒരു പാത്രം എടുത്തിട്ട് ഇങ്ങനെ നിൽക്കുമെന്ന് പറഞ്ഞാൽ വെള്ളം തരുമോ എന്ന് വെച്ചിട്ട് വണ്ടിയിൽ കൊണ്ടുവന്നവർ അത് അവർക്ക് വിതരണം ചെയ്യുമ്പോൾ ഇത്ര വെള്ളം കൊടുക്കണമെന്നുണ്ട്. അത്രയും കിട്ടും. അത് നമുക്ക് കുടിക്കാൻ കഴിയില്ല. വേനൽ കനക്കുന്നതോടെ എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഈ മേഖലയിൽ സ്ഥിതി അതീവ ഗുരുതരമാകാറുണ്ട്. സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വെള്ളം എത്തിച്ചു നൽകുന്നതാണ് നിലവിലുള്ള ഏക ആശ്വാസം. പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും കുടിവെള്ള വിതരണം എല്ലാ ദിവസവും ഉറപ്പാക്കണമെന്നുമാണ് പ്രദേശവാസികളുടെ പ്രധാന ആവശ്യം. ന്യൂസ് 18 തൃക്കരിപ്പൂർ. TCS നാസിക്കിലെ ലൈംഗിക ആരോപണ കേസിൽ മുഖ്യമന്ത്രി നിദാ ഖാന് ഇടക്കാല ജാമ്യമില്ല. സംസ്ഥാന സർക്കാരിന്റെയും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെയും നിലപാട് അറിഞ്ഞ ശേഷം തീരുമാനമെടുക്കാമെന്ന് കോടതി വ്യക്തമാക്കി. പ്രതി പട്ടികയിലെ 8-ൽ 7 പേരെയും നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. VV വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, വലിയ നാണക്കേടുണ്ടാക്കിയ സംഭവമാണ് TCSലേത്. ഇതുമായി ബന്ധപ്പെട്ട് നിർണായകമായ പല വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഓരോ ഘട്ടത്തിലും കൂടുതൽ പീഡനങ്ങളുടെ, ബുർക്ക ധരിക്കാത്തതിന്റെ പേരിലുള്ള അധിക്ഷേപങ്ങളുടെ, ലൈംഗിക അതിക്രമങ്ങളുടെയൊക്കെ കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? സർക്കാരും കോടതികളുമൊക്കെ ഈ വിഷയത്തിൽ കാര്യങ്ങൾ കടുപ്പിക്കുന്നുണ്ടോ? രഞ്ജിത്ത്, ദേശീയ അന്വേഷണ ഏജൻസികൾ ഉൾപ്പെടെ ഇപ്പോൾ പരിശോധന നടത്തുന്ന കേസിലാണ് കോടതിയുടെ സുപ്രധാനമായ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ടോടുകൂടിയാണ് ഈ ഉത്തരവ് വന്നിരിക്കുന്നത്. അതായത് ഈ കേസിലെ 8 പ്രതികളിൽ ഒരാളായ വനിത ആ ഓഫീസിലെ HR വിഭാഗത്തിൻ്റെ മേധാവിയാണ്. ഇവർക്ക് ഇടക്കാല ജാമ്യം നൽകണമെന്ന ആവശ്യമായിരുന്നു നിദാ ഖാന്. എന്നാൽ ഇടക്കാല ജാമ്യം നൽകാൻ കഴിയില്ല എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത്. മാത്രമല്ല, ഇവർ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്ന ഒരു നിർദ്ദേശം മാത്രമല്ല, സംസ്ഥാന സർക്കാരിൻ്റെയും അന്വേഷണ സംഘത്തിൻ്റെയും തീരുമാനം അറിഞ്ഞ ശേഷം ഇടക്കാല ജാമ്യം നൽകാമെന്നതിൽ ഒരു തീരുമാനമെടുക്കാമെന്ന തലത്തിലേക്കാണ് കോടതിയുടെ തീരുമാനം പോയത്. അവിടെ തന്നെ റസ മേമൻ എന്ന മറ്റൊരു ഉദ്യോഗസ്ഥൻ തന്നെ നിരന്തരമായി പീഡിപ്പിച്ചുവെന്ന ഒരു പെൺകുട്ടിയുടെ പരാതി 8 എഫ്ഐആറുകളാണ് 9 എഫ്ഐആറുകളാണ് ഇതുവരെ ആകെ രജിസ്റ്റർ ചെയ്തത്. അതിൽ തന്നെ ഈ കൂട്ടം ചേർന്ന് ഒരു വിഭാഗത്തിലെ ജീവനക്കാർ വലിയ തോതിൽ ലൈംഗിക അധിക്ഷേപം നടത്തുക, അല്ലെങ്കിൽ ആ താല്പര്യത്തിന് വഴങ്ങണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുക, അല്ലാത്തവരെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുക. ആസിഫ് അൻസാരി എന്ന മറ്റൊരു ഉദ്യോഗസ്ഥനെതിരെയും ഈ തരത്തിൽ പെൺകുട്ടിയുടെ പരാതിയുണ്ട്. ഈ 9 എഫ്ഐആറുകളിൽ ഒരു എഫ്ഐആറിലാണ് ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ, മറ്റ് ജീവനക്കാരെക്കുറിച്ചുള്ള പരാമർശങ്ങൾ കൂടിയുള്ളത്. നേരത്തെയും ഇത്തരത്തിലുള്ള പരാതികളിൽ ഇങ്ങനെ ഒരു വിഭാഗം ജീവനക്കാരെക്കുറിച്ച് മതം മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് പ്രേരിപ്പിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ദേശീയ വനിതാ കമ്മീഷന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ തുടരുന്നുണ്ട്. കൃത്യമായി ഈ മൊഴികൾ രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നാസിക് സിറ്റി പോലീസ് കമ്മീഷണർ സന്ദീപ് കാർണിക്കിനെ കണ്ട് ദേശീയ വനിതാ കമ്മീഷൻ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് വിരമിച്ച ജസ്റ്റിസ് സാധന ജാദവ്, മുൻ ഹരിയാന DGP BK സിൻഹ, സുപ്രീം കോടതി അഭിഭാഷക മോണിക്ക അറോറ, ദേശീയ വനിതാ കമ്മീഷനിലെ സീനിയർ കോർഡിനേറ്റർ ലീല ഭട്ടി എന്നിവരുടെ അടങ്ങിയതാണ് ഈ ഒരു ദേശീയ വനിതാ കമ്മീഷന്റെ നേതൃത്വത്തിലുള്ള ഒരു സമിതി പ്രവർത്തിക്കുന്നത്. ഈ സമിതി വളരെ പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് വനിതാ കമ്മീഷൻ സമർപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും രാജ്യത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. ഇതിൽ തീവ്രവാദ ഇടപെടലുണ്ടോ, മറ്റ് സാമ്പത്തിക ഇടപാടുകളുണ്ടോ, അങ്ങനെയുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള സാമ്പത്തിക സഹായം ഇത്തരത്തിലുള്ള മതപരിവർത്തനത്തിന് വേണ്ടി, ആ ശ്രമങ്ങൾക്ക് വേണ്ടി വന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് NIA അടക്കമുള്ള ദേശീയ അന്വേഷണ ഏജൻസികൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. രഞ്ജിത്ത്, VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, വിശദാംശങ്ങൾ കൂടി നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. നമ്മുടെ സ്പെഷ്യൽ ഡേ, ന്യൂസ് 18 സ്പെഷ്യൽ ഡേയിലേക്ക് കടക്കാം. ആറ്റിങ്ങൽ ആലിയം സ്വദേശികളായ മുകേഷിന്റെയും അക്ഷയയുടെയും മക്കളായ ത്രിലോക് നാഥിന്റെയും തൃശൂൽ നാഥിന്റെയും 2ാം പിറന്നാളാണ് ഇന്ന്. ഇരുവർക്കും പിറന്നാൾ ആശംസകൾ നേരുകയാണ് അച്ഛനും അമ്മയും. ഇടുക്കി വാഗമൺ സ്വദേശി തൃഷയുടെ ജന്മദിനമാണ് ഇന്ന്. ഭർത്താവ് ജെബിനും കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും തൃഷയ്ക്ക് ആശംസകൾ നേരുന്നു. രാവിലെ പൂർത്തിയാവുകയാണ്. എല്ലാ പ്രേക്ഷകർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.